എന്താ പറയുക? ബീഹാറിൽ നിന്നൊരു സന്തോഷ വാർത്ത. അത് പറയുമ്പോൾ ചിരിക്കാനല്ലാതെ വയ്യ. പലപ്പോഴായി ബീഹാറിലെ പ്രധാന നേതാവും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ പറഞ്ഞിരുന്നു, JDU തങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്ന്. അത് വെറും പറച്ചിലായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് രാഹുലും നിതീഷ് കുമാറും തമ്മിൽ ചർച്ച നടത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ബീഹാർ സന്ദർശന വേളയിൽ ലാലു പ്രസാദ് യാദവിൻ്റെ വീട്ടിലെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണ് രാഹുൽ ഗാന്ധി എത്തിയത്. മാത്രമല്ല, കോൺഗ്രസ് പുറപ്പെടുവിച്ച ഇന്ത്യ മുന്നണി പുറപ്പെടുവിച്ച പ്രകടന പത്രിക തന്നെ ജനങ്ങളെ ഇളക്കുന്ന പ്രകടന പത്രികയാണ്. 25 ലക്ഷത്തിൻ്റെ സൗന്ദര്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അതാണ് ഒന്ന്. 2, 300 യൂണിറ്റ് സൗജന്യമായി 300 യൂണിറ്റ് വൈദ്യുതി നൽകും. പിന്നീട് തൊഴിൽ രംഗത്ത് തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന വനിതകൾക്ക് 2500 രൂപ നൽകും. ഭിന്നശേഷിക്കാർക്ക് 5000 രൂപ നൽകും. ട്രാൻസ്ജെൻഡേഴ്സിനും 5000 രൂപ നൽകും. ഇതാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക. ബീഹാർ നിയമസഭാ ഇലക്ഷൻ അടുത്തിരിക്കെ ഈ പ്രകടന പത്രിക തെല്ലൊന്നുമല്ല BJPയെ വേട്ടയാടുന്നത്. പ്രകടന പത്രികയേക്കാൾ ഉപരി BJPയെ വേട്ടയാടുന്നത് മറ്റാരുമല്ല, നിതീഷ് കുമാറാണ്. നിതീഷ് കുമാറും രാഹുലും തമ്മിലുള്ള ചർച്ച അണിയറയിൽ വന്നു കഴിഞ്ഞു. ലാലു പ്രസാദ് യാദവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ചർച്ച. ആ ചർച്ചയിൽ ഇരുവരും സമവായം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. രാഹുലിന് കൈകൊടുത്തിരിക്കുന്നു നിതീഷ്. ഇനി മോദി സർക്കാരിൻ്റെ ഭാവി തുലാസിലാണ്. മോദി സർക്കാരിനെ പിന്നീട് ഈ ജനതാദൾ യുണൈറ്റഡ് കഴിഞ്ഞാൽ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഏക കക്ഷി മറ്റാരുമില്ല, TDP ആണ്. എത്ര കൊണ്ടാലും പിടിക്കില്ല. അതുകൊണ്ട് TDPയുടെ ബലത്തിലേറെ കുറച്ചു കാലം സഞ്ചരിക്കാം. എപ്പോൾ വീഴുമെന്നറിയില്ല, ഏത് നിമിഷവും തീയും. ഇതാണ് ഇവരുടെ അവസ്ഥ. വല്ലാത്തൊരു അവസ്ഥയാണ് JDUവിന് വന്നു ചേർന്നിരിക്കുന്നത്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറിയാൽ JDU ഒന്നും അല്ലാതെ മാറും ബീഹാറിൽ. അത് നിതീഷിനും അറിയാം, നിതീഷിൻ്റെ കൂടെയുള്ള നേതാക്കൾക്കും അറിയാം. അങ്ങനെയുള്ള അറിവുകളാണല്ലോ വലിയ വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി മാറുന്നത്. നിതീഷ് കുമാർ ബീഹാറിൽ കുറേ പാലമൊക്കെ നിർമ്മിച്ചിരുന്നു, മഴക്കെടുതിയിൽ നിന്ന് ബീഹാറുകളെ സംരക്ഷിക്കാൻ. നിർമ്മിച്ച് പിറ്റേ ദിവസമായപ്പം പാലം ഇടിഞ്ഞു പോയി. മാത്രമല്ല, ആ പാലം പണിത എഞ്ചിനീയറും പാലം ഇടിഞ്ഞുകൊണ്ട് ചത്തുമല്ല മരിച്ചു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അഴിമതിയുടെ കൂത്തരങ്ങാണ് നിതീഷ് കുമാർ. പക്ഷെ അദ്ദേഹത്തിന് അഴിമതി ചെയ്യാൻ ഒരു തട്ടകം വേണ്ടേ, കൈയിട്ട് വാര ഒരു തട്ടകം വേണ്ടേ? BJPയുടെ ചേർന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഒരുപാട് നേതാക്കൾ BJPയിൽ ചേർന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് രാഷ്ട്രീയ ചാണക്യനാകാൻ ശ്രമിച്ചു. അതും ചെയ്തിട്ട് ഇയാളുടെ സ്വഭാവം കാരണം. ഇയാളുടെ സ്വഭാവം ആർക്കും വേർതിരിച്ചറിയാൻ പറ്റില്ലെന്ന്, വല്ലാത്തൊരു സ്വഭാവമാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക തകർപ്പൻ പ്രകടന പത്രികയാണ്. 25 ലക്ഷത്തിൻ്റെ സൗന്ദര്യ ആരോഗ്യ ഇൻഷുറൻസ്, 300 യൂണിറ്റ് സൗജന്യ പദ്ധതി, തൊഴിൽ ഭരണ രംഗത്ത് സമൂലമായ മാറ്റം, ഭിന്നശേഷിക്കാർക്ക് 5000 രൂപ പെൻഷൻ. ഇതൊക്കെയാണ് അവർ നൽകിയിരിക്കുന്നത്. KSRTC ബസ്സിൽ അവർ ആദ്യം തന്നെ നിരക്ക് കുറച്ചിരുന്നു. അതിലൂടെ സിദ്ധരാമയ്യ ഒരുപാട് കൈയടി, DKയും കൈയടി. സിദ്ധരാമയ്യ കൈയടി നേടണമെങ്കിൽ DKയുടെ കൈയടിയാണ്, അല്ല സിദ്ധരാമയ്യക്ക് കൈയടിയുന്നത്. അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. എന്തായാലും തിരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ ടെസ്റ്റുകളാണ്.